Namaskaram and welcome to my little happiness. I am Pooja with you. Finally, school തുറന്നിരിക്കുകയാണല്ലേ. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെയും സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെയും ടിഫിൻ ബോക്സ് റെഡിയാക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അമ്മമാര്. സോ എവറി ഡേ പുതിയ പുതിയ സാധനങ്ങൾ വേണം കഴിക്കാൻ ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു യമ്മി ആയിട്ടുള്ള കട്ട്ലറ്റ് റെസിപ്പിയാണ് എന്ന് ഞാൻ പറയുന്നത്. കുട്ടികൾക്കായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് ഒരു ചങ്ക് കട്ട്ലറ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ ചങ്ക് കട്ട്ലറ്റ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് സോയ ചങ്ക്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മേക്ക് ദാറ്റ് ക്വിക്ക് ആൻഡ് ഈസി സോയ ചങ്ക് കട്ട്ലറ്റ്. അപ്പോൾ നമ്മുടെ ചങ്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സോയ ചങ്ക്സ് ആണ്. ഇവിടെ ഞാൻ ചെറിയ സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. വലുതുകൊണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ ബോയിൽഡ് പൊട്ടേറ്റോ, ദെൻ പച്ചമുളക്. ഈ പച്ചമുളക് ഓപ്ഷണൽ ആണ് കേട്ടോ. കുട്ടികൾക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ദെൻ അനിയൻ, ക്യാരറ്റ്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. കബാബ് മസാല, ഈസ്റ്റേൺ കബാബ് മസാലയാണ് യൂസ് ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല യൂസ് ചെയ്യാം അതിന് പകരം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് നമുക്ക് ഈ ഒരു കട്ട്ലറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിനെ ബാറ്റർ ഉണ്ടാക്കുന്നത് മൈദയിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ വേണമെങ്കിൽ ഗോതമ്പ് മാവും ഇതുപോലെ ബാറ്റർ ആക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിൽ മുക്കി നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ് ഫ്രൈ അല്ല കേട്ടോ. അപ്പൊ കുറച്ച് ഹെൽത്തിയാണ്. ഓയിൽ വളരെ കുറച്ച് മതി. അപ്പോ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മിക്സിയിൽ ഈ ഒരു സോയ ചങ്ക്സ് ഒന്ന് മാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് വെള്ളം നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. നമുക്ക് അങ്ങനെ കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുപോലെ വേണം, തരിതരായിട്ട് വേണം നമുക്ക് ചതച്ചെടുക്കാനായിട്ട്. ചതച്ചെടുക്കുക എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ ചതച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊട്ടേറ്റോയും മാഷ് ചെയ്ത് വെക്കണം. എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു ഇതിന്റെ കൂടെ ഞാൻ പറയാൻ മറന്നുപോയി, നമുക്ക് കുറച്ച് ഗാർലിക്കും ജിഞ്ചറും കൂടെ ആഡ് ചെയ്യാം ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗാർലിക്കും ചില്ലിയും ജിഞ്ചറും ഒക്കെ ഒന്ന് ശരിയായി മൂപ്പിച്ചെടുക്കാം, അതിന്റെ പച്ച മണം പോവാനായിട്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ഓരോരോ മസാലയായിട്ട് ആഡ് ചെയ്യാം. ഈ മാഷ് പൊട്ടേറ്റോ അത് ഞാൻ ഇവിടെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിഞ്ഞല്ല, നല്ല ഈ ഒരു എന്താ പറയാ, നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്കിനി വഴറ്റിയെടുക്കാം. ഈ ക്യാരറ്റ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ, കുറച്ച് വലുപ്പം കൂടി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, കണ്ടിട്ട് തോന്നുന്നില്ലേ? അത് ഞാൻ വേഗം അരിഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. നിങ്ങൾ അരിയുമ്പോൾ കുറച്ച് നന്നായിട്ട് ചെറുതാക്കി അരിയുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും നല്ലതാണ് കേട്ടോ. കട്ട്ലറ്റ് അല്ലേ, അപ്പൊ ഉള്ളിലത്തെ ആ ഒരു സ്റ്റഫിങ് സോഫ്റ്റ് ആയിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സോയ ചങ്ക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെയും ഒരു പച്ച മണമുണ്ട്, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, എന്നാലേ അതിന്റെ പച്ച മണം പോവുള്ളൂ. ദെൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ദെൻ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാരണം കബാബ് മസാലയിൽ കബാബ് മസാലയില് എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ പച്ചമുളക് ഇതിലിട്ടിട്ടുണ്ടല്ലോ. നമുക്ക് കുറച്ച് എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാ സംഭവങ്ങളും നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കബാബ് മസാല ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച്, സ്ട്രോങ് ആയിട്ടുള്ള മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക. ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നത് കുറച്ച് ലെമൺ ജ്യൂസ് ആണ്. എപ്പോഴും ഞാൻ വിചാരിക്കും അതിൻ്റെ കുരു വീഴരുതെന്ന്, പക്ഷെ എപ്പോഴും വീഴുകയും ചെയ്യും. നിങ്ങൾ അത് എടുത്ത് കളയാൻ ശ്രദ്ധിക്കണം കേട്ടോ, അത് കടിച്ചു കഴിഞ്ഞാൽ വളരെ ബോറാണ്. മല്ലിയില ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റി മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേണം നമുക്കത് നല്ല ഷേപ്പിൽ എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കി നമ്മുടെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് ഈ കട്ട്ലറ്റ്. ഞാൻ സാധാരണ നോർമൽ കട്ട്ലറ്റിന്റെ ഷേപ്പിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വളരെ കുറച്ച് എണ്ണയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്, ഡീപ് ഫ്രൈ അല്ല. അപ്പൊ കുറച്ച് എണ്ണ മതി. അങ്ങനെ എടുത്തതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റി നല്ല ചൂടോടെ കഴിക്കാം. ഇതാണ് നമ്മുടെ കുട്ടികൾക്കായി എളുപ്പത്തിൽ ഒരു ചങ്ക് കട്ട്ലറ്റ്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചങ്ക് കട്ട്ലറ്റ് റെസിപ്പി? നന്നായിരുന്നില്ലേ? ഈസി ആയിരുന്നില്ലേ? ആക്ച്വലി ഈ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഗാർണിഷ് ഒക്കെ ചെയ്ത് പ്രസന്റേഷൻ ഒക്കെ ഗംഭീരാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ക്യാമറയുടെ ബാറ്ററി ഡും.
അപ്പൊ ബാറ്ററി ചാർജ് ചെയ്ത് വീണ്ടും ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള ക്ഷമ എല്ലാവർക്കും നശിച്ചുകൊണ്ട് എല്ലാവരും വേഗം വേഗം കഴിച്ചു നോക്കി. അഷിയും അച്ഛനും അമ്മയൊക്കെ കഴിച്ചിട്ട് ഹാപ്പിയായി, നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് ഹാപ്പി ആയോ ഇല്ലയോ എന്നുള്ളത് എന്നെ കോമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഉടനെ തന്നെ. അതുവരെ ടേക്ക് കെയർ, ബൈ.